നമസ്കാരം. ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കുമെന്ന് കാഹളം മുഴക്കിക്കൊണ്ടുനിന്ന ട്രംപിന് ഇറാൻ ചർച്ചാ മേശയ്ക്ക് മർദ്ദലക്കൽ ഇരുന്നു കൊണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും അമേരിക്ക ആക്രമിച്ചാൽ പ്രത്യാക്രമണം ഉറപ്പാണെന്നും ഉറക്കെ മുഖത്തു നോക്കി പ്രഖ്യാപിച്ചതോടുകൂടി ഒരൽപ്പം ചങ്കിടിച്ചു തുടങ്ങിയെന്നതാണ് വാസ്തവം. അമേരിക്ക ഇറാനെ കടന്നാക്രമിച്ചാൽ വെനസ്വേല ജനത മിണ്ടാതിരുന്നത് പോലെ ഇറാൻ ജനത മിണ്ടാതിരിക്കില്ല. ട്രംപിന്റെ ഒരു ചെറിയ ചലനം പോലും പശ്ചിമേഷ്യയെ തീപിടിപ്പിക്കും. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തിന് മുന്നിൽ ലോകം മുട്ടുകുത്തണമെന്ന ധാരണയിലായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ ഭരണകാലം മുഴുവൻ. ഭീഷണിയും ഉപരോധവും കപ്പൽപ്പടയുടെ ശബ്ദവുമാണ് അദ്ദേഹത്തിന്റെ നയതന്ത്രം. എന്നാൽ ഇറാൻ എന്ന രാജ്യത്തിന്റെ മുന്നിൽ ആ ഭീഷണി രാഷ്ട്രീയമായി നാടകമായി ചുരുങ്ങുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും അതിൽ ചർച്ചയ്ക്കില്ല എന്നും ആവശ്യമെങ്കിൽ പ്രത്യാക്രമണത്തിനും സജ്ജമാണെന്നുമുള്ള ഇറാന്റെ ഉറച്ച നിലപാട് ട്രംപിന്റെ അധികാര അഹങ്കാരത്തിന് നേരെയുള്ള തുറന്ന വെല്ലുവിളിയാവുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും അക്കാര്യത്തിൽ ചർച്ചയ്ക്കില്ല എന്നും എന്തിനും സജ്ജമാണെന്നുമുള്ള ഇറാന്റെ ഉറച്ച നിലപാടിന് പിന്നാലെ അമേരിക്കൻ കപ്പലുകൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ US. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന US പതാക വെച്ച കപ്പലുകൾക്കാണ് ഇന്നലെ വൈകുന്നേരത്തോടെ US മാരിടൈം അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ സമുദ്രാതിർത്തിയിൽ നിന്ന് എത്രമാത്രം അകന്ന് സഞ്ചരിക്കാമോ അത്രയും മാറി മാത്രമേ കടന്നു പോകാവൂ എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇറാൻ സൈന്യം US കൊടിയുള്ള വ്യാപാര കപ്പലിൽ കടന്നാൽ ബലം പ്രയോഗിച്ച് തടുക്കരുത്. ഇറാന്റെ അതിർത്തിയിൽ നിന്ന് പരമാവധി മാറി വേണം സഞ്ചരിക്കാൻ. ഹോർമൂസ് കടലിടുക്ക് എത്തുമ്പോൾ പരമാവധി ഒമാൻ തീരം ചേർന്ന് സഞ്ചരിക്കണം എന്നാണ് മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നത്. ഇറാനെതിരെ സൈനിക നടപടിക്ക് അമേരിക്ക ഒരുങ്ങുന്നുവെന്ന വാർത്തകൾക്കിടെ കഴിഞ്ഞ ദിവസമാണ് ഒമാനിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ അനൌദ്യോഗിക ചർച്ചകൾ നടന്നത്. അമേരിക്കൻ ഉപരോധം പിൻവലിക്കണമെന്ന ആവശ്യം ഇറാനും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്ന ആവശ്യം അമേരിക്കയും ഉന്നയിച്ചു. എന്നാൽ ഇറാൻ ഇതിന് തയ്യാറല്ല എന്നറിയിച്ചതോടെ ചർച്ച വഴിമുട്ടുകയായി. 1980കളിലെ ഇറാൻ ഇറാഖ് സംഘർഷ കാലത്താണ് വ്യാപാര കപ്പലുകളെ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ സൈന്യം ലക്ഷ്യമിടാൻ തുടങ്ങി. ടാങ്കർ വാർ എന്നാണ് ഈ പിടിച്ചെടുക്കലുകൾ അറിയപ്പെട്ടത്. യമനിലെ ഹൂതി വിമതരുടെ ഗർല സംഘമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചെങ്കടലിൽ US-ന്റെയും സഖ്യകക്ഷികളുടെയും വ്യാപാര കപ്പലുകൾക്കെതിരെ കനത്ത ആക്രമണം നടത്തിവരുന്നത്. ഇറാനാണ് ഇവർക്ക് വേണ്ട സാമ്പത്തിക സൈനിക ആയുധ സഹായം നൽകുന്നത് എന്ന് അമേരിക്ക ആരോപിച്ചു. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെയാണ് തങ്ങൾ പോരാടുന്നതെന്ന വാദമാണ് ഹൂതികൾ മുന്നോട്ട് വെക്കുന്നത്. ഗാസയിൽ സമാധാനം പുലർന്നാൽ ചെങ്കടലിൽ കൂടി സമാധാനമായി US-ഇസ്രായേൽ കപ്പലുകൾക്ക് സഞ്ചരിക്കാമെന്നും അല്ലെങ്കിൽ മുക്കിക്കളയുമെന്നുമാണ് ഹൂതികളുടെ നിലപാട്. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന തുറപ്പുചീട്ടാണ് ഇറാൻ എടുത്തത്. അടുത്തിടെ തങ്ങളുടെ സമുദ്രാതിർത്തിയിലൂടെ പോയ US പതാക വെച്ച കപ്പലുകളിൽ ഇറാൻ സൈന്യം ഇരച്ചു കയറിയതിനെതിരെ അമേരിക്ക രംഗത്തെത്തുകയും ചെയ്തു. സമുദ്രാതിർത്തിയിൽ അതിക്രമിച്ചു കയറിയതിനാലാണ് സൈന്യം എത്തിയതെന്നായിരുന്നു ഇറാന്റെ വിശദീകരണം. ഇതിനു പിന്നാലെയാണ് കപ്പലുകൾ സുരക്ഷിതമായി സഞ്ചരിക്കണമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന US പതാക വെച്ച കപ്പലുകൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നതു തന്നെ ട്രംപിന്റെ പരാജയത്തിന്റെ തെളിവാണ്. ലോക പോലീസ് എന്ന വേഷം കെട്ടിയിരുന്ന അമേരിക്ക ഇപ്പോൾ സ്വന്തം കപ്പലുകൾക്ക് ഇറാന്റെ സമുദ്രാതിർത്തിയിൽ നിന്ന് പരമാവധി മാറി സഞ്ചരിക്കുക എന്ന ഉപദേശം നൽകും. ആരെയാണ് ട്രംപ് ഭയക്കുന്നത്? ഇറാനെയോ അതോ സ്വന്തം ജനങ്ങളെയോ? സൈനിക ശക്തിയുടെ പേരിൽ ലോകത്തെ നിയന്ത്രിക്കാമെന്ന ധാരണയ്ക്ക് ഹോർമൂസിന്റെ കടലറ്റം തന്നെ മറുപടി നൽകിയിരുന്നു. ട്രംപ് ഭരണകൂടം വിശ്വസിച്ചത് ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാമെന്നായിരുന്നു. എന്നാൽ ചരിത്രം പഠിക്കാത്ത ഭരണാധികാരികൾക്ക് സംഭവിക്കേണ്ടത് ഇതുതന്നെയാണ്. ഇറാൻ ഉപരോധങ്ങൾക്കിടയിലും തന്റെ സ്വതന്ത്ര നയം ഉപേക്ഷിച്ചില്ല. മറിച്ച് അമേരിക്കയുടെ ഏകപക്ഷീയ തീരുമാനങ്ങളെ തുറന്നടിച്ച് പ്രതിരോധത്തിന്റെ ഭാഷയിലാണ് സംസാരിച്ചത്. അതാണ് ട്രംപിനെ അസ്വസ്ഥനാക്കുന്നത്. ഭീഷണികൾക്ക് മുന്നിൽ വിറയ്ക്കുന്ന ലോകമാണ് ട്രംപ് സ്വപ്നം കണ്ടത്. എന്നാൽ ഇറാൻ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യത്തിന്റെ കല്ലിൽ തല്ലി തകർത്തു കളഞ്ഞു. ഇത് ട്രംപിന്റെ ധൈര്യത്തിന്റെ പൊള്ളത്തരമാണ് പുറത്തു കൊണ്ടുവരുന്നത്. ട്വിറ്ററിലെ ധാർഷ്ട്യവും യുദ്ധഭൂമിയിലെ ധൈര്യമല്ല എന്നിപ്പോൾ വ്യക്തമാണ്. ഒരു വശത്ത് മഹത്തായ അമേരിക്ക എന്ന മുദ്രാവാക്യം, മറുവശത്ത് സ്വന്തം കപ്പലുകൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ്. ഈ വിരുദ്ധത തന്നെയാണ് ട്രംപ് രാഷ്ട്രീയത്തിന്റെ സാരാംശം. ശക്തി പ്രദർശനം പ്രസംഗങ്ങളിൽ മാത്രമായി ഒതുങ്ങുമ്പോൾ യാഥാർത്ഥ്യത്തിൽ അമേരിക്ക പിന്മാറുകയാണ്. ലോകരാഷ്ട്രങ്ങളെ ഭീഷണിയിലൂടെ തന്റെ പരിധിയിൽ കൊണ്ടുവരാമെന്ന് കരുതിയ ട്രംപിന് ഇറാന്റെ കാര്യത്തിൽ കണക്കുകൂട്ടൽ തെറ്റി. ഇതൊരു രാജ്യത്തിന്റെ വിജയമല്ല, സാമ്രാജ്യത്വ അഹങ്കാരത്തിന്റെ തോൽവിയാണ്. അമേരിക്കൻ നയതന്ത്രത്തിന്റെ ദാരിദ്ര്യവും ട്രംപിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ അപക്വതയും ഈ പ്രതിസന്ധി തുറന്നുകാട്ടും. ശക്തിയുടെ ഭാഷ മാത്രം അറിയുന്ന ഭരണാധികാരികൾക്ക് ഒടുവിൽ ഭയത്തിന്റെ ഭാഷ സംസാരിക്കേണ്ടി വരും. ഹോർമൂസ് എന്ന് കേൾക്കുന്നത് അതാണ് ട്രംപിന്റെ അഹങ്കാരത്തിനുമേൽ ഇറാൻ എഴുതിയ ചരിത്രപാഠം.